ഹായ്, ഫേസ്ലെസ് ആണ്. ഞാൻ ഇന്നലെ OTT-യിൽ ഇറങ്ങിയ 2 മൂവികൾ അടുപ്പിച്ചിരുന്ന് കാണാനിടയുണ്ടായി. ഒന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട റൈഫിൾ ക്ലബ്ബും മറ്റൊന്ന് കൊട്ടി താഴോട്ടിട്ട പണിയും. ആദ്യത്തേത് ആഷിഖ് കപൂറിന്റെ സംവിധാനത്തിലുള്ളതാണ്, രണ്ടാമത്തേത് ജോജു ജോർജിന്റെ സംവിധാനത്തിലുള്ളതാണ്. ഇതിനകത്ത് പണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശക്തമായ ഒരു ത്രില്ലറാണ്, റിവഞ്ച് ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. തൃശൂർ പശ്ചാത്തലത്തിലാണ് ഈ സെറ്റിംഗ് ഒക്കെ വരുന്നത്. ജോജു ജോർജിന്റെ മികവുറ്റ തിരക്കഥ പ്രേക്ഷകർക്ക് പ്രണയവും കുടുംബ ദുഃഖവും അതുപോലെ തന്നെ ആക്ഷനും ഒക്കെ കൂട്ടിച്ചേർത്ത് ഒരു നല്ല അനുഭവമാണ് തരുന്നത്. കഥയുടെ കാര്യത്തിൽ ലളിതമാണെങ്കിലും അതിനകത്തെ ഇമോഷൻസ് ഒക്കെ നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിന്റെയും വേറെ വേറെ ഡയമെൻഷൻസിലൂടെ സിനിമയിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടാൻ കാരണമാകുന്ന രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ നേരെ തിരിച്ച് ആഷിഖ് കപൂറിന്റെ റൈഫിൾ ക്ലബ്ബ് വരുമ്പോൾ കഥയുടെ അപര്യാപ്തതയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ടും ഉള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിനകത്തൊരു പ്രതിനായകനില്ല. ഈ സ്വാഗ് എന്ന് പറയുന്നത് കുത്തിക്കയറ്റിയാൽ ഉണ്ടാവുന്നതല്ല എന്ന് വ്യക്തമായിട്ട് പറയേണ്ടി വരും ഈ സിനിമ കാണുമ്പോൾ. എനിക്ക് തോന്നുന്നു ഈ സമയത്ത് തന്നെയാണ് റൈഫിൾ ക്ലബ്ബ് ഇറങ്ങിക്കഴിഞ്ഞ് ഒരു ദിവസത്തിനകം മാർക്കോ ഇറങ്ങി. മാർക്കോ എന്തുകൊണ്ട് ഇത്രയും ഹിറ്റായി എന്നുള്ളത് നല്ലൊരു റീസൺ റൈഫിൾ ക്ലബ്ബാണ്. കാരണം ആക്ടേഴ്സിന് ഒരു തരത്തിലും സ്വാഗ് കിട്ടാത്തത് കൊണ്ട് നല്ല സ്വാഗോട് കൂടി കണ്ട മറ്റൊരു മൂവി മാർക്കോ, അതിനകത്ത് ഉണ്ണി മുകുന്ദൻ ദ പെർഫെക്റ്റ് സ്വാഗിൽ അഭിനയിച്ചിട്ട് പോയപ്പോ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ആ കേട്ടുന്ന ത്രില്ല് ഒരിക്കലും റൈഫിൾ ക്ലബ്ബിൽ നിന്ന് കിട്ടില്ല. സോ മാർക്കോ അതുകൊണ്ട് തന്നെ ഹിറ്റായി. ഒരു റീസൺ ആണ് ഞാൻ പറഞ്ഞത്, പല റീസൺസ് ഉണ്ട്. എനിവേസ്, നമുക്ക് റൈഫിൾ ക്ലബ്ബിന്റെ ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോവാം. മുഖ്യ കഥാപാത്രങ്ങൾക്കും എന്തുകൊണ്ട് അവർ ചെയ്യുന്ന കാരണം, അവർ ചെയ്യുന്ന ആക്ഷൻസ്, അതിന്റെ പ്രേരണ, ഇതിനൊന്നും വ്യക്തമായ ഒരു ആഴമില്ല. പലപ്പോഴും പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ നമ്മൾ കാണുന്നവർക്ക് ഇവരൊക്കെ ആരാണെന്ന് പോലും ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും. പകുതി ആൾക്കാർ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ബോറിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് അതിന്റെ ഡയലോഗ്സ് കൊണ്ടാണ്. അത് ഞാൻ വഴിയെ വീണ്ടും പറയാം, പണിയുമായിട്ട് കമ്പയർ ചെയ്തിട്ട്. പക്ഷെ സ്റ്റിൽ നാടകത്തിന് സ്റ്റേജ് ഇട്ട പോലെ നാടക ഡയലോഗ്സ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് തോന്നി ആദ്യ പകുതി. രണ്ടാമത്തെ പകുതി വേറെ ഏതെയോ ദിശയിലേക്ക് പോയി. ഫലം ഇത് പണി ഒരു ശക്തമായ പ്രമേയം നയിക്കുന്ന കഥയാണെങ്കിൽ റൈഫിൾ ക്ലബിന്റെ കഥ ഭയങ്കരമായിട്ട് വീക്കായ ഒരു സ്റ്റോറി ലൈനാണ് തരുന്നത്. പിന്നെ അടുത്തത് കഥാപാത്രങ്ങളും അവരുടെ പ്രകടനങ്ങളുമാണ്. പണിയില് ജോജു ജോർജിന്റെ പ്രകടനം അതില് ഏറ്റവും, അതായത് ജോജു ജോർജിന്റെ സിനിമകളെല്ലാം കാണുമ്പോൾ അദ്ദേഹത്തിന് ഇമോഷണലി അദ്ദേഹം കൺവേ ചെയ്യുന്നത്, ഇമോഷണൽ ആയിട്ടുള്ള സീനുകളെ കൺവേ ചെയ്യുന്നത് അതിന്റെ ഏറ്റവും ബെസ്റ്റിലാണ്. അതും എത്രത്തോളം സങ്കീർണത ആ സിനിമയിലുണ്ടോ അതെല്ലാം ഏറ്റവും ബെസ്റ്റിൽ പെർഫോം ചെയ്ത് വെക്കാൻ കഴിവുള്ള ആളാണ് ജോജു ജോർജ്. പിന്നെ സാഗസൂര്യ, ജുനൈസ്, ഇതില് സാഗസൂര്യനെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് മറ്റൊരാളായി, അതായത് ആ ക്യാരക്ടറായിട്ട് അങ്ങ് ജീവിക്കുകയാണെന്ന് തോന്നുന്ന കുറെ നിമിഷങ്ങളിലൂടെ അയാള് പെർഫോം ചെയ്തിട്ടുണ്ട്. ജുനൈസും അതുപോലെ തന്നെ ഒരു സൈലന്റ് സൈക്കോ ആയിട്ട് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് സ്ത്രീകൾക്ക് ശക്തമായ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എതിരായിട്ട് വന്ന ഒരു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിരുന്നു. സിനിമ നല്ല ഹിറ്റായി നിന്ന സമയത്ത് എനിക്ക് തോന്നുന്നു, ഞാൻ ഇന്നലെ ഇത് കാണുമ്പോൾ ഇത്രയും നല്ല മൂവിനെ അത്രയും കോൺട്രവേഴ്സി വെച്ച് താഴ്ത്തിയിടാൻ നോക്കിയത് കൊണ്ട് തന്നെയായിരിക്കാം ജോജു ജോർജ് എന്ന അന്ന് അങ്ങനെ ഒരു ഇമോഷണലി വൾണറബിൾ സിറ്റുവേഷനിലൂടെ കടന്നുപോയതെന്ന് തോന്നുന്നു. കാരണം അതിനകത്ത് ഏറ്റവും ആവശ്യമുള്ള, അല്ലെങ്കിൽ ആ സിനിമയുടെ സിറ്റുവേഷൻ ഏറ്റവും ആവശ്യപ്പെടുന്ന ഒരു സീനായിരുന്നു ഈ കോൺട്രവേഴ്സിയിൽ വന്നത്. അത് വളരെ നന്നായിട്ട്, അതായത് ആ സീന് ഏറ്റവും ഉചിതമായ രീതിയിൽ തന്നെ അത് ഷൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് യാതൊരു കോൺട്രവേഴ്സിയും ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എനിവേസ്, ഇനി റൈഫിൾ ക്ലബിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാല് ഇതിനകത്ത് പ്രതിനായകനായിട്ട് വരുന്ന ആൾക്ക് ഭയങ്കര ശൂന്യതയാണ് നമുക്ക് ആ ഒരു സിനിമയിൽ കാണാൻ കഴിയുന്നത്. കാരണം അത്രയും പ്രകടനങ്ങളെ അവിടെ വരുന്നുള്ളൂ. അനുരാഗ് കശ്യപിനെ പോലുള്ള നടന്മാരുണ്ടായിട്ടും അതുപോലെ തന്നെ ഹനുമാൻ കൈൻഡിനെ പോലുള്ള ആളുണ്ടായിട്ടും, ഹനുമാൻ കൈൻഡ് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് മികച്ചതെന്ന് പറയാൻ പറ്റുന്നത് ഹനുമാൻ കൈൻഡിന്റെ പെർഫോമൻസും അതുപോലെ തന്നെ ദിലീഷ് പോത്തന്റെ പെർഫോമൻസുമാണ്. ഇതില് ഹനുമാൻ കൈൻഡിനെയും അതുപോലെ തന്നെ അനുരാഗ് കശ്യപിനെ ഒരു കോമാളിയായിട്ടാണ്, ലൈക്ക് യാതൊരുവിധ ഒരു പ്രതിനായക സ്ഥാനത്തും അല്ലെങ്കിൽ വില്ലന്റെ സ്ഥാനത്ത് നിർത്താൻ പറ്റാത്ത രീതിയിൽ ഗുണമില്ലാത്ത ഒരാളായിട്ടാണ് അനുരാഗ് കശ്യപ് നിൽക്കുന്നത്. പിന്നെ ഹനുമാൻ കൈൻഡ് വരുന്നു, അതുപോലെ തന്നെ പോകുന്നു. ആ വന്ന സമയത്തുണ്ടായ ഒരു ബാസല്ലാതെ അല്ലെങ്കിൽ ഒരു സ്വാഗ് ചെറുതായിട്ട് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് അയാളുടെ ക്യാരക്ടറും ഒന്നുമല്ലാണ്ടായി പോകുന്നു.
ഇവരുടെയൊന്നും സ്വാധീനം ശരിക്കും പറഞ്ഞാൽ ശരിയായ രീതിയിൽ വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ നായകന്മാരെന്ന് പറയുന്ന ടീമിന്റെ ഇവരുടെ എല്ലാവരുടെയും പ്രകടനങ്ങളും, അതായത് ഇതിനകത്ത് നിൽക്കുന്ന ആൾക്കാരുടെ പ്രകടനങ്ങൾ, ഇതിന്റെ മെയിൻ ആൾക്കാരുടെ പ്രകടനങ്ങൾ പോലും വളരെ ദുർബലമായ പ്രകടനങ്ങളായിരുന്നു. പണിയിലെ പ്രതീക്ഷകൾക്ക് ഒത്ത രീതിയിലുള്ള പ്രകടനങ്ങളായിരുന്നെങ്കിൽ റൈഫിൾ ക്ലബില് ഫസ്റ്റ് ഹാഫില് ഡ്രാമ ഡയലോഗ്സും അതുപോലെ തന്നെ സെറ്റിംഗ്സും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് കുറച്ച് വെടിപ്പടക്കം പൊട്ടുന്നു എന്നുള്ളതല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല. അതിന്റെ ക്ലൈമാക്സ് ഒരിടത്തും എത്താതെയും പോയി എന്നുള്ളതാണ് സത്യം. സംവിധാനത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, അതായത് ഡയറക്ഷന്റെ പാർട്ട് എടുക്കുകയാണെങ്കിൽ, പണി ജോജു ജോർജിന്റെ സംവിധാനം കൃത്യമായും അതിന്റെ എല്ലാ രീതിയിലും ബെസ്റ്റ് ആയിട്ടുണ്ട്. ആക്ഷൻ രംഗങ്ങളാണെങ്കിലും ടെക്നിക്കൽ സൈഡിലൂടെ ആണെങ്കിലും എല്ലാം അതിന്റെ കഥാ പരിണാമങ്ങളിലൂടെ ഒക്കെ നമ്മളെ കടത്തിക്കൊണ്ട് പോകുന്ന പോലെ ഇത്രയും ബെസ്റ്റില് ആ സംവിധാനം അല്ലെങ്കിൽ ആ ഡയറക്ഷൻ ജോജു ജോർജിന്റെ ഫസ്റ്റ് ഫിലിം ആണെന്ന് നമുക്ക് ഒരിക്കലും തോന്നാത്ത രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. റൈഫിൾ ക്ലബിന്റെ നേരെ തിരിച്ചാണ്. ഇതിന്റെ ഡയറക്ഷൻ തന്നെയാണ് ഏറ്റവും മന്ദഗതിയിലുള്ള കാര്യം. സിനിമാറ്റിക് വൈബൊക്കെ കൊടുത്തിട്ടുണ്ട്. പറയുമ്പോൾ ഒരു ഗെയിം കാണുന്ന പോലെ ഇരുന്ന് കണ്ടിട്ട് ഇറങ്ങി വരാം. പക്ഷെ അവിടെ പോലും ആ സ്വാഗില്ലാത്തത് കൊണ്ട് ആ ഗെയിമിനോടുള്ള ഒരു പൂർണ്ണത നമുക്ക് ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ ക്ലൈമാക്സും ഒരു ഗുമ്മില്ലാതെ പോയി എന്ന് വേണം പറയാൻ. പിന്നെ സിനിമാറ്റോഗ്രാഫിയെ കുറിച്ചും അങ്ങനെയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ പണി നല്ല ഡ്രോൺ ഷോട്ടുകൾ ഉണ്ടായിരുന്നു. തൃശ്ശൂരിന്റെ സാംസ്കാരിക ഊർജ്ജമൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള നല്ല ഷോട്ടുകളൊക്കെ ഇതിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം സിനിമാറ്റോഗ്രാഫി, ലൈറ്റിംഗ് ഇതെല്ലാം നന്നായിരുന്നു എന്ന് വേണം പറയാം. റൈഫിൾ ക്ലബിന്റെ സിനിമാറ്റോഗ്രാഫിയും നന്നായിരുന്നു. പക്ഷെ റൈഫിൾ ക്ലബില് ഒരു പോരായ്മയായിട്ട് വന്നത് പല ക്യാരക്ടേഴ്സിനെയും ഈ ഫോഴ്സ്ഫുള്ളി ആ ക്യാരക്ടർ ചെയ്യാൻ പ്രേരിപ്പിച്ചതുപോലെയാണ് ഫീൽ ചെയ്തത്. മറ്റു ചില ക്യാരക്ടേഴ്സിനെ നിങ്ങളായിട്ട് തന്നെ നിന്നോ എന്ന് പറഞ്ഞു വിട്ടതുപോലെയുണ്ട്. അവരായിട്ട് തന്നെ വന്ന് പെർഫോം ചെയ്തിട്ട് പോയിട്ട് ഉണ്ട്. അതിനകത്ത് എടുത്തു പറയേണ്ടത് സുരഭിയുടെ ഒക്കെ ക്യാരക്ടർ അവർക്ക് എടുത്താ പൊങ്ങാത്ത ഒരു സൈഡിൽ നിന്നിട്ടാണ് അവർ ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് പോലും നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ദിലീഷ് പോത്തനാണ് നായകന്മാരുടെ സൈഡിൽ നിന്നിട്ട് പെർഫോം ചെയ്തവരിൽ ഒരു ക്യാരക്ടർ പിടിച്ച് ഉടനീളം നിന്നതെന്ന് തോന്നുന്നു. പിന്നെ ആക്ഷൻ രംഗങ്ങൾ പറയുകയാണെങ്കിലും പണിയിൽ നമുക്ക് നല്ല നല്ല ആക്ഷൻ രംഗങ്ങൾ ഉണ്ടായിരുന്ന പോലെ കാർ ചേസ് ഒക്കെ ആണെങ്കിലും എല്ലാം വളരെ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റൈഫിൾ ക്ലബിലെ ആക്ഷൻ രംഗങ്ങൾ ഭയങ്കരമായിട്ട് എളുപ്പമാണെന്ന് തോന്നി. കാരണം എവിടെയും നമുക്കൊരു ഗൂസ് ബമ്പ് തരാതെയാണ്, വളരെ ചെറിയ സന്ദർഭങ്ങളിൽ ഒഴിച്ച് ബാക്കിയൊരിടത്ത് ഒരു ഗൂസ് ബമ്പ് തരാതെയാണ് അത് കൊണ്ടുപോയത്. പിന്നെ ഇതിനകത്തെയൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വന്ന കാര്യം എന്ന് പറയുന്നത് റൈഫിൾ ക്ലബിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ചാണ്. ബർത്ത്ഡേ ആഘോഷിക്കാൻ സ്വന്തം മകന് പാൻറ്റീസ് ഇട്ട് നിൽക്കുന്ന സ്ത്രീയുടെ അരക്കെട്ടിന്റെ മാതൃകയിലുള്ള കേക്ക് വാങ്ങിയാണ് അച്ഛൻ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അച്ഛൻ ചോദിക്കുന്നുണ്ട് മകനോട്, ഹൂ ഗേവ് യുവർ ഫസ്റ്റ് പെഗ്, ഹൂ ഗേവ് യുവർ ഫസ്റ്റ് ഡ്രഗ്, ഹൂ ഗേവ് യുവർ ഫസ്റ്റ് ലൈൻ, ഹൂ ഗേവ് യുവർ ഫസ്റ്റ് ഗേൾ, ഹൂ ഗേവ് യുവർ ഫസ്റ്റ് ഫോറിൻ ഗേൾ എന്നൊക്കെ. ഇതൊക്കെ മകൻ പറയുന്നതിന്റെ ഉത്തരം യു പപ്പ എന്ന്. അപ്പൊ ഇതൊന്നും സ്ത്രീ വിരുദ്ധതയല്ലേ? പിന്നെ അതുപോലെ തന്നെ ഷാജഹാൻ എന്ന് പറയുന്ന നടനുണ്ട് അതിനകത്ത്, വിനീത് അഭിനയിച്ച്. അപ്പോ ഈ നടൻ ഈ ക്ലബിലേക്ക് വരുമ്പോ അതാണ് ആ ഒരു സീനാണ് ഇതിനകത്ത് ഏറ്റവും നാടകീയമായ ഡയലോഗ്സ് കുത്തു നിറച്ചിട്ടുള്ള സീന്. അതെന്ന് പറഞ്ഞാൽ ഇത്രയും ക്രിഞ്ചായിട്ടുള്ള ഒരു ഇതില്ല. അതിനകത്ത് സെക്ഷലി കളേർഡ് ആയിട്ടുള്ള റിമാർക്കാണുള്ളത്. അതായത് ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ കിസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ ആസ്വദിക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ട്, അതും അയാളെ കൊണ്ട് നിർബന്ധിച്ച്, അയാൾ പറയുന്നുണ്ട് ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ നടക്കുന്നില്ല, അങ്ങനെ ഒരു ഇതല്ല അതിനുള്ളത് എന്ന് പറയുമ്പോൾ അത് അയാളെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിക്കുന്നുണ്ട്, അയാൾ ആസ്വദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ കുറെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങള് ലോജിക് ഇല്ലാതെ കുത്തി നിറച്ച് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ലോജിക് ഇല്ലാത്ത കാര്യം എന്ന് പറയുമ്പം പ്രത്യേകമായിട്ട് പറയേണ്ടത്, തന്റെ മക്കളോട് ഭയങ്കര സ്നേഹമുള്ള അപ്പൻ ആദ്യത്തെ മകനെ കുഴിച്ചിടുന്ന പോലും കാണിക്കുന്നില്ല, രണ്ടാമത്തെ മകനെ എവിടെയോ പാതി ജീവനോടെ കൊക്കയിലേക്ക് എടുത്ത് എറിയുന്നു. ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പ്. അതിനുശേഷം ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഡബിൾ മീനിങ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കോട്ട് ചെയ്ത് വീണ്ടും പറയും ഡബിൾ മീനിങ് ആണ്. അതുപോലെ തന്നെ ഒരു ഷോട്ട് ഷൂട്ട് ചെയ്തിട്ട് ഇത് സിമ്പിൾ ഫിസിക്സ് ആണ് എന്ന് പറഞ്ഞ ആ ഷൂട്ട് ചെയ്ത പേര് പറഞ്ഞുകൊണ്ട് പറയുക എന്ന് പറയുന്നതൊക്കെ അങ്ങേയറ്റം കൂതർത്തരമാണ്. അപ്പം അത് കൂടാതെ പല രീതിയിലുള്ള പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളും ലോജിക്കലി കണക്ട് ചെയ്യാൻ പറ്റാത്തതും ഒക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് വെറുതെ ഒരു ഗെയിം കണ്ടിട്ട് ഇറങ്ങാനാണ് എങ്കിൽ നിങ്ങൾ കയറിയാൽ മതിയെന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇത് തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത്. ഓൾ ടുഗദർ പറയുകയാണെങ്കിൽ ആഷിക് കപൂറിന്റെ സിനിമയുടെ മേക്കിങ്ങിനെ പറ്റി ഒരു പോരായ്മയും പറയാൻ പറ്റില്ല. പക്ഷെ ഇത്തവണ ഡയറക്ഷൻ പാളിപ്പോയി. എന്നാൽ അദ്ദേഹത്തിന്റെ സിനിമാറ്റോഗ്രാഫി അത് എക്സ്ട്രീം ലെവൽ ഓഫ് ഷോട്ട്സും സീൻസും ഒക്കെ കൊണ്ട് ഒരു ഹോളിവുഡ് സ്റ്റഫ് ഒക്കെ തീർത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കാസ്റ്റിംഗ് അവിടെ കുറച്ചൊന്ന് നല്ല രീതിയിൽ നോക്കാമായിരുന്നു. വെറുതെ സുരഭി അതുപോലെ പലർക്കും വിഗും ഒക്കെ കൊടുത്ത് കോമാളി കോലമാക്കി
അവിടെ കൊണ്ട് നിർത്തുന്നത് എന്തിനായിരുന്നെന്ന് മനസ്സിലായില്ല. അതിനകത്ത് നല്ല കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹനുമാൻ കൈൻഡും ദിലീഷ് പോത്തനും വാണി വിശ്വനാഥും ഒക്കെ ഉള്ളായിരുന്നു. ബാക്കി എല്ലാവരും മിസ്കാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയും പണി ദ പെർഫെക്റ്റ് മൂവി എന്നൊന്നും ഞാൻ പറയില്ല. പണിയിലും കുറേ പോരായ്മകളുണ്ട്. പക്ഷെ കൊട്ടിഘോഷിക്കപ്പെട്ട റൈഫിൾ ക്ലബിനേക്കാളും OTT-യിൽ ഇറങ്ങിയ രണ്ടും കൂടി ഒരുമിച്ചിറങ്ങിയത് കൊണ്ട് പണി കുറച്ചുകൂടെ നന്നായിരുന്നു എന്ന് തോന്നി. അതും പണിയെക്കുറിച്ച് യാതൊരുവിധ മുൻവിധികളും ഇല്ലാതെ കണ്ടതുകൊണ്ടായിരിക്കാം. പണിയിൽ തന്നെ ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നിയത് നായകനായി നടക്കുന്ന ആള് കാറും എടുത്ത് വരുമ്പം വില്ലന്മാര് ചെയ്യേണ്ട പണി ചെയ്തിട്ട് പോകുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അതായത് മുഴുവൻ ടൈമും കാറിലിങ്ങനെ ഓടിച്ചടക്കുന്ന ജോജു ജോർജിനെയാണ് കാണുന്നത്. പിള്ളേര് പണി കൊടുത്തിട്ട് പോകുന്നു, ജോജു വണ്ടി കൊണ്ട് അവിടേക്ക് വരുന്നു. ഇതായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അവസാനമൊക്കെ നന്നായിരുന്നു. ക്ലൈമാക്സിൽ ചെയ്യേണ്ടത് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പം ഓവറോൾ പറഞ്ഞു കഴിയുമ്പോൾ പണിക്ക് പണിയുടേതായ പോരായ്മകൾ കുറേയുണ്ട്. പക്ഷേ കൊട്ടിഘോഷിക്കപ്പെടാതെ ഇരുന്നത് കൊണ്ട് തന്നെ അത് കണ്ടപ്പോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്നാൽ ഹൈപ്പ് ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ റൈഫിൾ ക്ലബ്ബ് കണ്ടപ്പോ അത്രയ്ക്ക് അങ്ങോട്ട് പോരാ എന്ന് തോന്നി. ബൈ.